അസാ യൂണിറ്റാണ്. അസാ യൂണിറ്റ് വന്നിട്ട് ഇതിൽ നമുക്ക് ഇനി ഫ്ലാഷുകളിൽ എത്ര മോഡൽ ഹലോ മച്ചന്മാരെ, മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ RS200 ഇൻഡിക്കേറ്റർ ഫ്ലാഷർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. RS200 ഫ്രണ്ട് വൈസർ ആദ്യം റിമൂവ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വൈസർ ആദ്യം റിമൂവ് ചെയ്തതിന് ശേഷം മീറ്റർ മോളിന് ചുറ്റുമുള്ള ഇത്രയും സെറ്റ് കിറ്റാണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നോക്കി റിമൂവ് ചെയ്യണം. ഇവിടെ അലങ്കി ആയതുകൊണ്ട് ഇവിടുത്തെ ക്ലിപ്പുകളൊക്കെ ക്ലിപ്പ് ചെയ്താണ് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ നോക്കി റിമൂവ് ചെയ്തില്ലെങ്കിൽ ആ ക്ലിപ്പ് പൊട്ടിപ്പോവാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കി ചെയ്യണം. ഓക്കെ, ഇതിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് ഈ സ്വിച്ചാണ്. ഇത് അസാർ സ്വിച്ച് എന്ന് പറയും. ഇത് നമുക്ക് നോർമൽ ടൈപ്പ് സ്വിച്ച് തന്നെയാണ്. ഒരു പോസിറ്റീവ് 2 ടെർമിനൽസ് വരുന്നൊരു സ്വിച്ചാണ്. പിന്നെ ഉള്ള അസാ യൂണിറ്റാണ്. അസാ യൂണിറ്റ് വന്നിട്ട് ഇതിൽ ഈ 2 ടെർമിനലിൽ വന്നിട്ട് 2 ഇൻഡിക്കേറ്റേഴ്സിലായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഈ റെഡ് വന്നിട്ട് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലും, ഇത് വന്നിട്ട് ഏതെങ്കിലും നമ്മളെ വണ്ടിയിൽ ഏതെങ്കിലും ന്യൂട്രലിൽ കണക്ട് ചെയ്താൽ മതി. ന്യൂട്രൽ വയർ ഈ ബ്ലാക്ക് വന്നിട്ട് വണ്ടിയിൽ ഏതെങ്കിലും ന്യൂട്രൽ ടെർമിനലിലൂടെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ 2 ഇൻഡിക്കേറ്റർ ടെർമിനൽ എന്ന് പറയുമ്പം ഈ കാണുന്ന ഗ്രീനും ഈ കാണുന്ന ഗ്രേയുമാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് 2 മഞ്ഞ ലൈനെ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഫ്ലാഷിൻ്റെ ന്യൂട്രൽ ടെർമിനലിൽ നിന്ന് വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ RS200 ഐബ്രോ ലൈറ്റിൻ്റെ ന്യൂട്രലിലേക്ക് കണക്ട്, അതിൻ്റെ റിമൂവ് ചെയ്തിട്ട് അതിനുള്ളിൽ ന്യൂട്രലിലോട്ട് നോക്കി കണക്ട് ചെയ്യണം. പരസ്പരം ഷോർട്ട് ചെയ്യാതെ നോക്കണം. ഷോർട്ടായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഷോർട്ടായി കഴിഞ്ഞാൽ ഒരു ഫ്യൂസ് അതിന് എക്സ്ട്രാ ഫ്യൂസ് ഉണ്ട്. ഫ്യൂസ് കത്തിപ്പോണെങ്കിൽ ആ ഫ്യൂസ് മാറ്റിയിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ബ്രേക്ക് ഫ്ലൂയിഡ് പോകുന്ന കേബിളിൻ്റെ അതേ ഹെഡിൻ്റെ അവിടെയായിട്ട് തന്നെ നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യുള്ളൂ. വേറെ RS200 വേറെ ഒരു സ്ഥലവും എനിക്കറിയത്തില്ല എവിടെ ഫിറ്റ് ചെയ്യണമെന്ന്. പിന്നെ ഈ സ്ഥലം തന്നെ ഫിക്സ് ചെയ്തു. എന്തെങ്കിലും ഈ കേബിൾ മാറണമെന്ന് സ്വിച്ച് അയച്ചതിന് ശേഷം മാറാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഫ്ലാഷറിൻ്റെ 2 ടെർമിനൽ, ഒരു ടെർമിനൽ ഇതുവഴി നേരെ അപ്പുറത്തെ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫ്ലാഷിൽ നിന്ന് 2 മഞ്ഞ് വരുന്നില്ലേ, അതിലൊന്ന് ഇപ്പുറത്തെ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവിലും അടുത്തൊന്ന് അപ്പുറത്തെ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവിലും കൊടുത്തു. അതിന് നേരെ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു ടെർമിനൽ നേരെ ഫ്ലാഷിൻ്റെ പോസിറ്റീവിലും കൊടുക്കണം. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ റെഡ് വയർ കൊടുക്കണം. സ്വിച്ചിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫേസ് കൊടുക്കണം. എന്നിട്ട് ഫ്ലാഷിൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വയർ ന്യൂട്രാണ്. ആ വയർ നമ്മൾ നേരെ എവിടെയെങ്കിലും നമുക്ക് ന്യൂട്രൽ വരുന്ന ഇപ്പം അപ്പുറത്തെ സൈഡ് ഐബ്രോ ലൈറ്റിൻ്റെ ഒരു ടെർമിനലിൽ ന്യൂട്രൽ കൊടുത്തു. ന്യൂട്രൽ നമ്മൾ ആദ്യം കണക്റ്റത്. ന്യൂട്രൽ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാഷർ ഓക്കെ. നമുക്ക് ഇനി ഫ്ലാഷർ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്ലാഷർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏകദേശം ഒരു 10-12 മോഡുകളുണ്ട്. നമുക്ക് ഈ വെളിച്ചത്തെ വയറിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നന്നായിട്ട് നമുക്ക് കേബിൾ ടൈ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തോ നന്നായിട്ട് ടേപ്പ് ചെയ്ത് ഒതുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇച്ചിരി ചടങ്ങായിട്ടുള്ള കാര്യമാണ്, ഇച്ചിരി ടേപ്പ് ചെയ്ത് ഒതുക്കുന്ന കാര്യം. എന്നുവെച്ചാൽ വണ്ടി പുറത്ത് നമ്മൾ കാണാത്ത രീതിയിലാണ് ചെയ്യും. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. ഈ മഞ്ഞ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ടെർമിനലിലോട്ട് പോകുന്നതാണ്, അതറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്ലാക്ക് എന്ന് പറയുന്നത് ന്യൂട്രൽ, അപ്പുറത്തോട്ട് പോകുന്ന ന്യൂട്രൽ. അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് മഞ്ഞയും ബ്ലാക്കും വയറുകൾ കളർ കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫ്ലാഷർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി ഇതിലോട്ട് പഴയ പോലെ കിറ്റുകൾ തിരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഇളക്കുന്ന പോലെ തന്നെ വെക്കാനും നല്ല പാടാണ്. നോക്കി വെക്കണം. ലോക്കെല്ലാം കറക്റ്റ് ശ്രദ്ധിച്ച് വെക്കണം. റിബറ്റ് ലോക്കുകളാണ്. അപ്പം കറക്റ്റ് ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ കിറ്റ് പൊട്ടിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. എന്നിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ സൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ കിറ്റിൻ്റെ സൈഡിൽ നിന്ന് വൈബ്രേഷൻ വരും. അതുകൊണ്ട് നന്നായിട്ട് നല്ല മുറുക്കി ടൈറ്റ് ചെയ്യാം. നമുക്കിനി എന്തായാലും ഫ്ലാഷിൻ്റെ എല്ലാ മോഡുകളും ചെക്ക് ചെയ്യണം. നമുക്ക് ചെക്ക് ചെയ്യുന്ന മുമ്പായിട്ട് നമുക്ക് കുറച്ചും കൂടി നേരം ഇരുട്ടിയിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് എല്ലാ മോഡും ചെക്ക് ചെയ്യാം.
ഹലോ ഗൈസ്, നമുക്ക് ഇനി ഫ്ലാഷറിൽ എത്ര മോഡുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആ